മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. നിലമ്പൂരിൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആരംഭിച്ചതായി ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. നിലമ്പൂരിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത വേലികളുടെ നിലവിലെ അവസ്ഥ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. കേന്ദ്ര സർക്കാരിന്റെ RKVY പദ്ധതിയിൽ നിലമ്പൂരിൽ 27 കിലോമീറ്റർ സ്ഥലത്ത് സോളാർ വൈദ്യുത വേലിയുടെ നിർമ്മാണം നടന്നുവരികയാണ്. പല ഭാഗത്തും ഇത് 70% പൂർത്തിയായിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ കൃഷിയിടങ്ങളും വനാതിർത്തികളും പങ്കിടുന്ന ഭാഗങ്ങളിൽ പൂർണ്ണമായും സോളാർ വൈദ്യുത വേലികൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഇതിനായി വനം, കൃഷി വകുപ്പുകളുടെയും പഞ്ചായത്ത് ഭരണസമിതികളുടെയും നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടത്തും. ഇതിനായി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും MLA പറഞ്ഞു. നിലമ്പൂർ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനാണ് പ്രധാന പരിഗണനയെന്നും MLA വ്യക്തമാക്കി. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റായ RKVY എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 27 കിലോമീറ്റർ നിലമ്പൂരിൽ സൗരോർജ വേലി സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം വിലയിരുത്തുകയും ഭാവിയിൽ എന്തു വേണം ബാക്കിയുള്ളത് എന്നതിനെ കുറിച്ചുള്ള വിശദമായൊരു ചർച്ചയുമാണ് ഇന്നത്തെ മീറ്റിംഗിൽ നടന്നത്. നിലവിലുള്ള വർക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഈ പരമാവധി അതിൻ്റെ ഒരു 90%, ഒരു 80% വർക്കുകളും ഈ മാസം ഒരു 30-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കാനും ബാക്കിയുള്ളത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങാനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ പ്രധാനമായും നമ്മൾ തീരുമാനിച്ചത് മറ്റൊരു കാര്യം, നിലമ്പൂരിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റ് മേഖല അത് എത്ര കിലോമീറ്റർ ഉണ്ട്, ആ കിലോമീറ്ററുകളിൽ ആ ദൂരത്ത് എത്ര എണ്ണമാണ് RKVYയിൽ, അതേപോലെ നബാർഡിന്റെ സ്കീമിൽ, കിഫ്ബിയുടെ സ്കീമിൽ, മറ്റു സ്കീമുകളിലൊക്കെയായി എത്ര ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട്, അത് കഴിച്ചാൽ എത്രയുണ്ടാവും, അത് കണ്ടെത്തി അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുക. നിലമ്പൂരിലെ ഫോറസ്റ്റും വനവും ഈ ജനവാസ കേന്ദ്രവും കൃഷിയിടങ്ങളും ചേരുന്ന എല്ലാ ഭാഗങ്ങളിലും പരിപൂർണമായി സമഗ്രമായി ഈ പറയുന്ന സോളാർ ഫെൻസിങ്ങിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പൊ ഇതുവരെ ചെയ്തത്. ഇനി ബാക്കി ചെയ്യാനുള്ളത് കണ്ടെത്തുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ്. അല്ല, അത് നമുക്ക് എത്ര ഇനി ചെയ്യാനുണ്ട് എന്നുള്ള കണക്ക് കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 27 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ കിഫ്ബിയുടെ ഒരു വർക്ക് ചെയ്തു വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കഴിച്ചാൽ ഇനി എത്ര ഭാഗമുണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ PWD റെസ്റ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിലമ്പൂർ വഴിക്കടവ് എടവണ്ണ റേഞ്ച് ഓഫീസർമാർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ.